ഈ വണ്ടിപ്പെരിയാറിൽ നിന്ന് വാളയാറിലേക്ക് ഏതാണ്ട് 300ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. കേരളത്തിലൂടെ പോയാൽ ദൂരവും യാത്രാസമയവും സ്വല്പം കൂടും. തമിഴ്നാട്ടിലൂടെയാണെങ്കിൽ രണ്ടും അല്പം കുറയും. സാധാരണ യാത്രികരെ സംബന്ധിച്ചുള്ള കാര്യമാണിത്. എന്നാൽ പോലീസുകാർക്കൊപ്പം കോടതി വഴി പോവുകയാണെങ്കിൽ ശിശുപീഡകരായിട്ടുള്ള പാർട്ടി കൊലയാളികൾക്ക് വണ്ടിപ്പെരിയാറിനും വാളയാറിനും ഇടയിൽ യാതൊരു അകലവുമില്ല. എന്നുവെച്ചാൽ സാക്ഷാൽ സാഗർ എന്ന ജാക്കിക്ക് ഗോവയും കുമ്പളങ്ങിയും പോലെ തന്നെ കമ്മിക്കഹാതകർക്ക് വണ്ടിപ്പെരിയാറും വാളയാറുമൊക്കെ ഒരേ മൈലു മാത്രമെന്ന്. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ പീഡനത്തിനിരയായ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ 3 പ്രതികളെ പാലക്കാട് പോക്സോ കോടതി വെറുതെ വിട്ടു. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയാണ് കേസിൽ തിരിച്ചടിയായത്. 13 വയസ്സു മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവളുടെ ഒറ്റമുറി വീടിനുള്ളിൽ മരിച്ച നിലയിൽ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച നമ്മുടെ നാട് കാണുന്നത് 2017 ജാനുവരി 13 2 മാസത്തിനകം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2017 മാർച്ച് 4 ആദ്യം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അനിയത്തിയെയും തൂക്കപ്പെട്ട നിലയിൽ പ്രബുദ്ധ കേരളം കണ്ടു. കണ്ടെങ്കിലും വാളയാർ വടക്കേ ഇന്ത്യയിൽ അല്ലാതിരുന്നതിനാൽ പ്രബുദ്ധ കേരളം കണ്ട ഭാവം കാണിച്ചില്ല. പുഴുങ്ങിയെടുത്ത് തൊലിയുരിച്ച് വിഴുങ്ങിയ ഏത്തപ്പഴം തൊണ്ടയിൽ കുടുങ്ങിയ കുണ്ടന്റെ കൂട്ട് നമ്മുടെ സാംസ്കാരിക നായകളും ഓൺലൈൻ പോരാളികളും ഇടത് ഉൽപ്പതിഷ്ണുക്കളും അതുപോലെ തന്നെ ലൈംഗിക ആക്ടിവിസ്റ്റുകളും ഒക്കെ കൂട്ടത്തോടെ നിലകൊള്ളുകയാണ് ഉണ്ടായത്. ഒരൊറ്റ മെഴുകുതിരി നൂലിൽ പോലും ആരും വാളയാർ പെൺകുട്ടികളുടെ പേരിൽ തീ പടർത്തിയുമില്ല. കൊല്ലപ്പെടുക മാത്രമല്ല, 2 പെൺകുട്ടികളും ലൈംഗിക പീഡനത്തിന് ഇരപ്പെടുകയും ചെയ്തിരുന്നു. ഗോസായി നാട്ടിലോ മറ്റോ ആയിരുന്നു ഇങ്ങനെയൊന്നും നടന്നിരുന്നതെങ്കിൽ പ്രബുദ്ധ കേരളത്തിന്റെ മണ്ണിൽ എന്തുമാത്രം മെഴുക് ഉരുകി വീഴുമായിരുന്നുവെന്ന് ഓർക്കണം. എന്തായാലും അഭൂതപൂർവമായിട്ടുള്ള രീതിയിൽ പഴുതടച്ചുകൊണ്ടാണ് നമ്മുടെ പോലീസ് അന്വേഷണം നടത്തിയത്. പഴുതടപ്പിന്റെ കാര്യക്ഷമത കൊണ്ട് പോലീസുകാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഈ 13, 9 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ യഥാക്രമം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഗർഭപാത്രത്തിൽ കഴിഞ്ഞ കാലത്ത് ആ കുട്ടികൾ തങ്ങൾക്ക് തൂങ്ങാനുള്ള കയർ പിരിക്കുന്നതിൽ പരിശീലനം നേടിയിരുന്നു എന്ന കാര്യം പോലീസ് കണ്ടെത്തിയിരുന്നോന്ന് ഈ പോങ്ങൻ അറിയില്ല. എന്തായാലും ജനിച്ച നാൾ മുതൽ തേങ്ങയുടെ തൊണ്ടുകൾ ശേഖരിച്ച് അഴുകാനിട്ടും അഴുകിയ തൊണ്ടുകൾ തല്ലിച്ചതച്ച് ചകിരിയെടുത്തും ആ ചകിരി കൊണ്ട് തങ്ങൾക്ക് തൂങ്ങിച്ചാകാനുള്ള കയർ പിരിച്ചും കുട്ടികൾ ആത്മഹത്യക്ക് തക്കം പാർത്തിരിക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി കളഞ്ഞു. എന്നാൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ട് മാത്രം നാട്ടുകാർ ബഹളം വെച്ചു. പലതരത്തിൽ അവർ പ്രതിഷേധിച്ചു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പോലീസ് 5 പേരെ അറസ്റ്റ് ചെയ്തു. സഖാക്കൾ ഉൾപ്പെടെയുള്ള 5 പേർ. 2 മധു, ഷിബു, പ്രദീപ് എന്നിങ്ങനെ പേരായിട്ടുള്ളവർ ഓരോന്ന് വീതം, അങ്ങനെ മൊത്തം 4 പ്രതികൾ. അവർക്കൊപ്പം എത്ര ശ്രമിച്ചിട്ടും പ്രായപൂർത്തിയാവാത്ത ഒരു ആൺകുട്ടി 5ാമനായി അറസ്റ്റേതനായി. അവന്റെ പേര് പോകാൻ അറിയില്ല. വാളയാർ പീഡന കേസിൽ കുറ്റമേൽക്കാൻ പോലീസ് പലതവണ മകനെ നിർബന്ധിച്ചിരുന്നതായി ആത്മഹത്യ ചെയ്ത പ്രവീണിന്റെ അമ്മ. മരിച്ച പെൺകുട്ടികളുടെ അയൽവാസിയായിരുന്നു പ്രവീൺ. മധു അടക്കമുള്ള പ്രതികളെ രക്ഷിക്കാൻ കുറ്റമേൽക്കണമെന്ന് പ്രതികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിർബന്ധിച്ചിരുന്നെന്നും പ്രവീണിന്റെ അമ്മ പറഞ്ഞു. കാലക്രമത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പ്രവീൺ ഇതിന് വഴങ്ങിയില്ല. കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ച് പോലീസ് പ്രവീണിനെ ക്രൂരമായി മർദ്ദിച്ചു. ശരീരത്തിലെ പാടുകൾ മകൻ പലതവണ കാണിച്ചിരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പേടി മൂലം പ്രവീൺ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കാണിക്കുന്നത് പോലും 3 മാസത്തിന് ശേഷമാണ്. 2017 ഏപ്രിൽ 25 പ്രവീൺ ആത്മഹത്യ ചെയ്തത്. പ്രവീൺ തന്നെ സ്വയം കൊന്നതാണോ അതോ മറ്റാരെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പ്രവീണിന് മരണപ്പെടേണ്ടി വന്നതാണോ എന്തോ. അതെന്തായാലും ഒന്നുറപ്പാണ്, പ്രവീൺ അത് പറയാൻ ഇന്ന് ജീവനോടെ ഇല്ല. കുട്ടികളെ കൊന്നതിന്റെ പേരിൽ കോടതിക്ക് മുന്നിൽ എത്തപ്പെട്ട 4 പ്രതികളിൽ 3 പേർ വാളയാർ പീഡന കേസിലെ പ്രതി മരിച്ച നിലയിൽ. 4ാം പ്രതി കുട്ടിമധുവാണ് മരിച്ചത്. പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്നും സ്വതന്ത്ര ജീവിതം നമുക്കൊപ്പം സന്തോഷത്തോടെ നയിക്കുന്നുണ്ട്. കോടതി 4 പേരെയും സമൂലം കുറ്റവിമുക്തരാക്കി. എങ്കിലും 3ാം പ്രതി പ്രദീപ് ഒരു 3 കൊല്ലം മുൻപ്, അതായത് 2020 നവംബർ 4 ആത്മഹത്യ ചെയ്തു. വാളയാർ പീഡന കേസിലെ 3ാം പ്രതിയായിരുന്ന പ്രദീപ് കുമാർ തൂങ്ങി മരിച്ചു. ആലപ്പുഴ വയലാറിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോക്സോ കോടതി തെളിവില്ലെന്ന് കണ്ട പ്രദീപിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. പ്രവീണിനെ പോലെ തന്നെ പ്രദീപും അയാളെ സ്വയം കൊന്നതാണോ അതോ എന്തെങ്കിലും രഹസ്യം അയാളിൽ നിന്നും പുറത്തു വരാതിരിക്കാനായി ആരെങ്കിലും പ്രദീപിനുമേൽ രക്ഷാപ്രവർത്തനം വല്ലതും നടത്തി അയാളെ ചരിത്രമാക്കിയതാണോ എന്തോ, അതൊന്നും അറിയില്ല. എന്തായാലും പ്രദീപിന് വേണ്ടി കോടതിയിൽ ഹാജരായ എൻ രാജേഷ് എന്നു പേരായിട്ടുള്ള ഒരു അഭിഭാഷകൻ പിന്നീട് പാലക്കാട് ശിശുക്ഷേമ സമിതി ചെയർമാനായി നിയമിക്കപ്പെട്ടു. CPM ആണ് രാജേഷിനെ ആ പദവിയിലേക്ക് നാമനിർദ്ദേശം നൽകിയതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് കുട്ടികളെ കൊന്നതിന്റെ പേരിൽ പ്രതിപ്പെട്ട് കോടതിയിലെത്തിയവന് വേണ്ടി നിലകൊള്ളുകയും നിലപാടെടുക്കുകയും ചെയ്തവൻ ശിശുക്ഷേമ സമിതിയുടെ ചെയർമാൻ. ആ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയായ CPM. എന്റെ പ്രബുദ്ധ കേരളമേ, വാളയാറിലെ പെൺകുട്ടികളെ പോലെ തന്നെ വണ്ടിപ്പെരിയാറിലെ കുട്ടിയും ലൈംഗിക പീഡനത്തിന് ഇരപ്പെട്ടും കെട്ടിത്തൂക്കപ്പെട്ടും തന്നെയാണ് ജീവൻ വെടിഞ്ഞത്.
6 വയസ്സുള്ള ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞില്ല എന്നത് മാത്രമാണ് വാളയാർ കേസിൽ നിന്നും വണ്ടിപ്പെരിയാറിനെ വേറിട്ടതാക്കുന്നത്. പ്രബുദ്ധ കേരളത്തിന്റെ പ്രതികരണവും വാളയാറിന്റേതിന് സമമായിരുന്നു. മെഴുകുതിരികൾക്കും ജീവാപായമൊന്നും സംഭവിച്ചില്ല. പ്രതിയുടെ രാഷ്ട്രീയ ചായ്വിന്റെ ഇടതുവരവിനും മാറ്റമൊന്നുമില്ലെന്നാണ് കേൾക്കുന്നത്. കോടതി വിധിക്കും വ്യത്യാസമൊന്നും സംഭവിച്ചില്ല. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി അർജുനെ വെറുതെ വിടേണ്ടി വന്ന വാളയാറിലേതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിലെ പ്രതിക്കും നീതി നൽകാൻ കോടതിക്ക് സാധിച്ചില്ല. അങ്ങനെ പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണമാണ് സാക്ഷാൽ അമൈര ശിരസ്കൻ. എങ്ങനെയെന്നോ പറയാം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു അഭിമുഖം നടന്നു. വണ്ടിപ്പെരിയാർ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ അവനാണ് അതിഥി. കാര്യം വ്യാപകമായിട്ടുള്ള എതിർപ്പ് അതിന്റെ പേരിൽ ആ അപരാധകൻ നേരിട്ടുവെങ്കിലും ആ അഭിമുഖം കൊണ്ട് ഒരു ഗുണമുണ്ടായി. കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വലിയ അനീതിയാണ് ആ യുവ പ്രതിയോട് കോടതി ചെയ്തതെന്ന ബോധ്യം സാമാന്യ ബോധമുള്ളവരിൽ ഉണ്ടാക്കാൻ ആ അഭിമുഖം കൊണ്ട് സാധിച്ചു. അപ്പൊ കുഞ്ഞിന്റെ വീട്ടിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ, അർജുന്റെ വീട്ടിൽ അർജുൻ മാത്രമേ ഉള്ളൂ. അല്ലല്ല, എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ പണി. പക്ഷെ കുഞ്ഞിന്റെ ലയത്തിൽ ആ വീടിനുള്ളിൽ അവിടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അല്ലല്ല, കുഞ്ഞിന്റെ ലയത്തിനുള്ളിൽ, വീടിനുള്ളിൽ, കുഞ്ഞിന്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ആ സംഭവം നടക്കുമ്പോഴാ സംഭവം നടക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ. അമൈര ശിരസ്കന്റെ ആ അതിഥിയുടെ പതർച്ചയും പകപ്പും മാത്രമല്ല, അയാൾ പറഞ്ഞതിൽ പൊരുത്തക്കേടുകളും പതിരുകളും ധാരാളമായിട്ടുണ്ടായിരുന്നു. ന്യായമായും താൻ പരമാവധി ശിക്ഷ തന്നെ അർഹിച്ചിരുന്നുവെന്നാണ് അയാൾ പറയാതെ പറഞ്ഞത്. ഒന്നുകിൽ അയാളാണ് പ്രതി, അല്ലെങ്കിൽ അയാൾക്ക് അടുത്തറിയാവുന്ന ആരോ ഒരാൾക്ക് വേണ്ടി അയാൾ പ്രതിയായി ചുമതല ഏറ്റെടുത്തതാണ്. രണ്ടാമത്തെ കാര്യത്തിന് സാധ്യതയില്ല. ഇനി അതിന് സാധ്യതയുണ്ടെങ്കിൽ തന്നെ അധികം വൈകാതെ വാളയാർ പീഡന അദ്ദേഹവും മരിച്ച നിലയിൽ 4ാം പ്രതി കുട്ടിമധുവാണ് മരിച്ചത്. വാളയാർ പീഡന കേസിലെ 3ാം പ്രതിയായിരുന്ന പ്രദീപ് കുമാർ തൂങ്ങി മരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കാര്യം ഉറപ്പിക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ തന്നെ ആവണം പ്രതി. അതെന്തായാലും അയാൾ ശിക്ഷ അർഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ടും അയാൾ അർഹിച്ച ശിക്ഷ നൽകി അയാളുടെ ചെയ്തിയെ അംഗീകരിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിക്ക് കഴിയാതെ പോയി. പ്രോസിക്യൂഷന്റെ 10 പാളിച്ചകളാണ് വണ്ടിപ്പെരിയാർ കൊലപാതക കേസിന്റെ നട്ടെല്ലൊടിച്ചതെന്നാണ് വിധിന്യായത്തിലുള്ളത്. പ്രതി എന്ന നിലയിൽ അർഹമായിട്ടുള്ള ശിക്ഷ നൽകാത്തത് തീർച്ചയായും കോടതി അയാളോട് ചെയ്തിട്ടുള്ള ഒരു അനീതി തന്നെയാണ്. വാളയാറിലെ പ്രതികളോട് കാണിച്ച അതേ അനീതി. അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കോടതി പറഞ്ഞതായി വാർത്ത കേട്ടു. കേട്ടത് സത്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അതെങ്ങനെയാണ് വെറുമൊരു വീഴ്ചയാവുന്നത്? 6 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പ്രതിയുടെ വീഴ്ചയാണോ? ആ കുഞ്ഞിനെ കൊന്നു കെട്ടിത്തൂക്കിയത് ആ ഘാതകന്റെ വീഴ്ചയാണോ? അല്ലെന്നാണ് ഉത്തരമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തിയെ വെറും വീഴ്ചയായി കാണരുത്. കുറ്റത്തിന് കൂട്ടുനിൽക്കുന്ന പ്രവൃത്തിയും അതുപോലെ തന്നെ ഭാവിയിൽ സമാന നിലയിലുള്ള കുറ്റങ്ങളിൽ ഏർപ്പെടാൻ കുറ്റവാളിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരം മനോഭാവവുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ശിക്ഷാർഹമായിട്ടുള്ള കുറ്റം തന്നെയായി അതിനെയും മനസ്സിലാക്കണം. പക്ഷേ മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യമല്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ നിരത്തുന്ന തെളിവുകൾ ദർശിച്ചും സ്പർശിച്ചും ഗന്ധിച്ചും ഒക്കെ അറിഞ്ഞു മാത്രമല്ലേ വിധി പറയാൻ ന്യായാധിപന്മാർക്ക് കഴിയൂ, അല്ലേ? അതാണല്ലോ കോടതി ക്രമം. ന്യായാധിപന്റെ കൺമുന്നിൽ കൊലപാതകം നടന്നാലും കൊന്നവനെയും കൊല്ലപ്പെട്ടവനെയും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ കാഴ്ചവെക്കുന്ന തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയേ വിധി പറയാൻ കഴിയൂ എന്ന സാഹചര്യം നിലവിലുണ്ടോ എന്തോ. എന്തായാലും ന്യായാധിപന്റെ വെളിവിന് മുകളിലാവണം നിയമപാലകന്റെ തെളിവിന് കോടതി കൽപ്പിക്കുന്ന മതിപ്പുവില. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന വാശിയിലാണല്ലോ നമ്മുടെ കോടതികൾ നിലകൊള്ളുന്നത്. നല്ലതാണ്. പക്ഷെ തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ ബോധ്യങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നവർ കുറ്റവാളികളുടെ കൂട്ടുപങ്കാളികളാണെങ്കിലോ? അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? അങ്ങനെ ഒരു സാധ്യത അത് സത്യമായാൽ കോടതി ആ സാധ്യതയ്ക്ക് മുന്നിൽ തീർത്തും നിസ്സഹായമായി പോകും, അല്ലെ? നിയമപാലകൻ കടുത്ത അധർമ്മിയായിട്ടുള്ള ഒരുവനാണെങ്കിൽ ഒരു അപരാധിയെ രക്ഷിക്കാനായി 1000 നിരപരാധികളെ ശിക്ഷിക്കാൻ കോടതിയെ അയാൾ കരുവാക്കി കളയും. നിയമത്തെ കൂട്ടുപിടിച്ച് അധർമ്മിക്ക് നീതിയും അധർമ്മത്തെ കൂട്ടുപിടിച്ച് നിരപരാധിക്ക് ശിക്ഷയും സമ്മാനിക്കാൻ അധർമ്മിയായ ഒരു നിയമപാലകൻ കോടതിയെ ഉപയോഗിക്കും. വാളയാർ കേസിൽ കുറ്റമേൽക്കാൻ പോലീസ് മകനെ നിർബന്ധിച്ചുവെന്ന് ആത്മഹത്യ ചെയ്ത പ്രവീണിന്റെ അമ്മ. യഥാർത്ഥ തെളിവുകൾ സമർപ്പിക്കാതെയും വ്യാജ തെളിവുകൾ അസൽ തെളിവുകളായി അവതരിപ്പിച്ചും ബഹുമാനപ്പെട്ട കോടതികളെ അനീതി വിതരണശാലകളാക്കി മാറ്റാൻ അധർമ്മിയായ ഒരു നിയമപാലകന് സാധിക്കുമെന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ ഒക്കുമോ? കോടതികളെ ആദരിക്കുകയോ ജനാധിപത്യത്തെ ആരാധിക്കുകയോ സാംസ്കാരിക പൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയെ അംഗീകരിക്കുകയോ ചെയ്യാത്ത പ്രാകൃത ബുദ്ധരാണ് പ്രബുദ്ധ കേരളത്തെ അടക്കി ഭരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനല്ല, പാർട്ടിക്കാരുടെ പാതകങ്ങൾക്കും അതുപോലെ തന്നെ അധികാരികളുടെ അഴിമതികൾക്കും കാവലാകാനാണ് അവർ നിയമപാലകരെ ഉപയോഗിക്കുന്നതെന്ന ബോധ്യം തലയ്ക്കു വെളിവുള്ള മലയാളികളിൽ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ ഭരണകർത്താക്കളാകുന്ന നാട്ടിൽ അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഉപകരണം മാത്രമായി ജനാധിപത്യ സംവിധാനങ്ങൾ മാറപ്പെടും. പൗരന്മാർ അടിമകളായി ഗണിക്കപ്പെടും. സ്വാഭാവികം. തെരഞ്ഞെടുപ്പ് വഴി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പലവട്ടം അധികാരത്തിലെത്തിച്ച ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ സകല അനീതികൾക്കും ഇരപ്പെടാൻ അർഹരും
യോഗ്യരുമാണ് നമ്മൾ മലയാളികൾ. എന്തായാലും നീതി അർഹിക്കുന്നവന് അനീതി സമ്മാനിച്ചു എന്നതിന്റെ പേരിലോ അനർഹനായിട്ടുള്ള ഒരു അധമന് നീതി വിധിച്ചു എന്നതിന്റെ പേരിലോ നീതി ദേവതയെ പഴിക്കാനും നമുക്ക് പറ്റില്ല. കാരണം നീതി ദേവതയോളം അന്യായത്തിൽ ഇരപ്പെട്ടതായി വേറെ ആരുണ്ട് നമ്മുടെ നാട്ടിൽ? ശരി തെറ്റുകളെയും ന്യായാന്യായങ്ങളെയും ധർമാധർമ്മങ്ങളെയും ഒക്കെ കണ്ണു തുറന്ന് സസൂക്ഷ്മം പരിശോധിച്ച് നീതി അർഹിക്കുന്നവർക്ക് നീതിയും ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷയും നൽകേണ്ടവളുടെ രണ്ട് കണ്ണുകളെയും കരിന്തുണി കൊണ്ട് ബന്ധിപ്പിച്ചു കളഞ്ഞു. അതും പോരാഞ്ഞ് അവളുടെ ഒരു കൈയിൽ തുലാസും മറുകൈയിൽ വാളും നൽകി. അതോടെ സ്വയം കെട്ടഴിക്കാനുള്ള സാധ്യതയെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു അവളുടെ കണ്ണുകെട്ടിയ അധർമ്മികൾ. വേണമെങ്കിൽ കൈവശമുള്ള വാള് കൊണ്ട് അവൾക്ക് തന്റെ കണ്ണുകൾക്ക് മേൽ കെട്ടപ്പെട്ട തുണിയെ അറുത്തു മാറ്റാവുന്നതേയുള്ളൂ. പക്ഷെ അവളത് ചെയ്യില്ല. കാരണം അവൾ നീതിയുടെ ദേവതയാണ്. മുഖം നോക്കാതെ നീതി വിതരണം ചെയ്യണമെങ്കിൽ കണ്ണുകൾ കെട്ടപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് അവളുടെ കണ്ണുകൾ അധർമ്മികൾ പൊതിഞ്ഞു കെട്ടിയത്. ശുദ്ധഗതി കൊണ്ട് അവളത് വിശ്വസിച്ചു. ഈ നന്മയും നീതിബോധവും ഒക്കെ ഉള്ളവർ പലപ്പോഴും കളങ്കമില്ലാത്തവരാണ്, എളുപ്പം കബളിപ്പിക്കപ്പെടുന്നവർ. നമ്മുടെ നീതി ദേവതയും കബളിപ്പിക്കപ്പെട്ടവളാണ്. നിർബന്ധിത അന്ധത എന്ന അന്യായത്തിന് ഇരപ്പെടാൻ സാക്ഷാൽ നീതി ദേവത പോലും വിധിക്കപ്പെടുന്ന ഒരു നാട്ടിൽ രാവിലെ ഉണർന്നാൽ മലമൂത്ര വിസർജനം നടത്തി ഏതൊരു മനുഷ്യനെയും പോലെ തന്നെ ജീവിതം തുടങ്ങുന്ന നമ്മുടെ ന്യായാധിപന്മാരുടെ വെളിവ് അധർമ്മരായ അന്യായപാലന്മാർ നിരത്തുന്ന മായം കലർന്ന തെളിവുകൾക്ക് മുന്നിൽ നിസ്സഹായപ്പെടുന്നുവെങ്കിൽ സഹിക്കുകയല്ലാതെ മറ്റെന്താണ് പൊതുസമൂഹത്തിന് ചെയ്യാൻ കഴിയുക? കസ്റ്റഡി മർദ്ദനം മാത്രമല്ല, പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കേസുകൾ നിരവധിയുണ്ട്. ഇപ്പോഴും നീതി തേടി ഒരമ്മ തെരുവിൽ സമരം ചെയ്യുന്ന കേസാണ്. ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരോട് വളരെ ആദരവോടുകൂടി പോങ്ങനെ ഒരു കാര്യം പറയാം. സകല മനുഷ്യർക്കും വിളമ്പാനുള്ള നീതി നിങ്ങളുടെ പക്കലുണ്ട്. പക്ഷെ അർഹരായവർക്ക് അത് നൽകാനുള്ള സ്വാതന്ത്ര്യം മാത്രം ജനാധിപത്യ സംവിധാനം നിങ്ങൾക്ക് നൽകിയിട്ടില്ല. കുറ്റം ഞങ്ങൾ പൊതുജനങ്ങളുടേതാണ്. പൗരസമൂഹത്തിനുള്ള നിയമങ്ങൾ ഉൽപ്പാദിപ്പിച്ചിറക്കുന്ന നിയമനിർമ്മാണശാലയായ നമ്മുടെ നിയമസഭയിലേക്ക് സാമൂഹ്യ വിരുദ്ധരെയും അധർമ്മികളെയും നീതിബോധം കെട്ടവരെയും ന്യായബുദ്ധിയില്ലാത്തവരെയും ഒക്കെ തെരഞ്ഞെടുത്തു വിടുന്ന ഈ സമൂഹമാണ് ഇന്ന് ന്യായാധിപന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടിന്റെ പ്രധാന ഉത്തരവാദികൾ. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ന്യായാധിപന്മാർ കാണപ്പെട്ട ദൈവങ്ങളാണ്. പക്ഷെ ആ ദൈവങ്ങളെ നിർമ്മിക്കുന്നതും നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ ചെകുത്താന്മാരാകുന്നു എന്നതാണ് അപകടം. അനീതി പൂക്കുന്ന കാടായി നാടു മാറാതിരിക്കണമെങ്കിൽ മാറേണ്ടത് ഞങ്ങൾ ജനങ്ങളാണ്. നീതിമാന്മാരും ധർമ്മിഷ്ഠരുമായിട്ടുള്ള മനുഷ്യർ ഭൂരിപക്ഷമാകുന്ന നാട്ടിൽ നന്മയുള്ളവരും നിസ്വാർത്ഥരുമായിട്ടുള്ള ആളുകൾ നിയമസഭകളിലെത്തും. അന്ന് നീതി ദേവതയുടെ കണ്ണുകളെ മൂടിയിരിക്കുന്ന കരിന്തുണി അഴിയപ്പെടും. അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിക്കില്ല. അന്ന് ന്യായാധിപന്മാരുടെ വെളിവിനെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തെളിവുകൾ കളിയാക്കില്ല. അന്ന് അർഹമായ ആളുകൾക്ക് നീതി ലഭിക്കും. അനീതിക്കിരപ്പെടാതെ കുറ്റവാളികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വിധിച്ച് നമ്മുടെ കോടതികൾ അക്ഷരാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കോടതികളായി മാറും. അങ്ങനെ മാറണമെങ്കിൽ ആദ്യം ഞങ്ങൾ മാറണം. ഞങ്ങൾ ഓരോരുത്തരും മാറണം. ഞങ്ങൾ പൊതുസമൂഹം ഒന്നാകെ മാറണം. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെ മാറാൻ കഴിയും? ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരെ, നമ്മൾ എന്ന് കണ്ട് ഒറ്റക്കെട്ടായി പുലരേണ്ട പൗരന്മാരെ ഞങ്ങളും നിങ്ങളും അവരും ഇവരും മറ്റവരും മറിച്ചവരും ഒക്കെയായി ജനസേവന വ്യവസായികൾ സൗകര്യപൂർവ്വം സ്വാർത്ഥബുദ്ധിയോടെ വേർതിരിച്ചു കഴിഞ്ഞു. ഞങ്ങളും നിങ്ങളുമെല്ലാം ഒന്നു ചേർന്ന് നമ്മളാകുന്ന കാലത്തു മാത്രമേ ന്യായാധിപന്മാരുടെ വെളിവിനെ കളിയാക്കാതെ തെളിവുകൾ നിയമപാലകർ ബഹുമാനപ്പെട്ട കോടതി സമക്ഷം എത്തിക്കുകയുള്ളൂ. അതാണ് സത്യം. അതുവരെയും പല അന്യായങ്ങളും അനീതികളും ഈ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കും. കോടതികളും ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഭാഗമായി മാറേണ്ട ഗതികേട് വരും. അതാരുടെയും കുറ്റമല്ല. അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറ്റമാണെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമാണ്, ഈ സമൂഹത്തിന്റെ കുറ്റമാണ്. ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ കാരാഗൃഹവാസമോ കയറിൽ തൂക്കിയാട്ടമോ സമ്മാനിച്ച് പുരസ്കരിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ എന്നെ ആശംസിച്ചുകൊണ്ട് ഈ സംസാരം പോകിനിവിടെ നിർത്തുന്നു. That's all, Your Honor.